ഇന്നത്തെ കേരളത്തെ ഇങ്ങനെ ഒന്നും ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇവിടെ എല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഇറാൻ സാധാരണ പുള്ളിയല്ല, അവൻ നേരിട്ടടിക്കാത്തത് കൊണ്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കൊട്ടേഷൻ കൊടുക്കുന്നു. ആ കൊട്ടേഷന്റെ പേര് യമനിലെ ഹൂത്തി വിമതർക്ക് വേണ്ടി ഡ്രോൺ കൊടുക്കുന്നു. സൗദിയിലെ അരംകോയ്ക്കകത്ത് ഡ്രോൺ വീഴുന്നു. ഇസ്രയേൽ ലോകത്തിന്റെ മധ്യമഗതിയിൽ പശ്ചിമേഷ്യയിൽ 2.5 ഡിസ്ട്രിക്ട് വലിപ്പത്തിനകത്ത് ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 90 ലക്ഷം ജനമുള്ള ഒരു രാഷ്ട്രം ഇന്ന് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ അണിയറയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയായി യുദ്ധങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. ചൈനയിലെ 2 കമ്പനി പൊട്ടിയാൽ ലോകം 20 വർഷം പുറകിലേക്ക്. ഒന്ന്, അന്തരീക്ഷ മണ്ഡലത്തിലുണ്ടാകുന്ന മാറ്റം. 2, ഇസ്രായേലും രക്തചന്ദ്രനും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ എവിടം വരെ ചെന്നെത്തും. 4, റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെ എത്തും. ഇത് പറയുമ്പോൾ ഇന്ന് രാത്രി ഈ സന്ദേശം അവസാനിക്കും. കാലിക പ്രസക്തിയുള്ള ഏറ്റവും പുതിയതായി ദിവസങ്ങളിൽ തയ്യാറാക്കിയ ഇപ്പോഴത്തെ സംഭവത്തെ അനുസരിച്ചുകൊണ്ട്, ചൂടിനെ അനുസരിച്ചുകൊണ്ട് ക്ലിയറായി ബൈബിളും സയൻസും ഇന്ന് രാത്രി അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണമായിരിക്കും. മത്തായി സുവിശേഷവും വെളിപ്പാട് പുസ്തകവും എസക്കേലും യെശയ്യാവും ഇത്രയും ഭാഗങ്ങളായിരിക്കും ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ആരും അലക്ഷ്യമായിരിക്കരുത്. നിങ്ങൾ വന്നപ്പോഴുള്ള സാഹചര്യമല്ല കർത്താവ്. ഇപ്പം 23 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുക. ഇപ്പം കാലിന് നല്ല തണുപ്പുണ്ട്, ശരീരത്തിന് നല്ല തണുപ്പുണ്ട്. ഇന്നലെ പലരും പാട്ടുപുസ്തകമൊക്കെ എടുത്ത് വീശിക്കൊണ്ടിരുന്നതാ. ഇന്ന് പാട്ടുപുസ്തകം ഒന്നും എടുത്ത് വീശണ്ട, ഇടയ്ക്ക് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ മതി. ഗ്രൗണ്ടെല്ലാം ഇപ്പം എയർ കണ്ടീഷനാക്കി. കർത്താവ് വിശ്വസ്തനാ. പണ്ട് ഒരു ഉപദേശി പ്രസംഗിച്ചിട്ടുണ്ട്, മഴ പെയ്യുമ്പോൾ അറിയാം എത്ര വിശ്വാസികളുണ്ടെന്ന്. സ്വോത്രം. വിതുരയിലെ ദൈവമക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൈവവിശ്വാസികളാണ്. മഴയെ തൃണവൽഗണിച്ചുകൊണ്ട് ഇത്രയും പേർ ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നെങ്കിൽ ഞങ്ങളല്ല പ്രതിഫലം തരുന്നത്, ഉയരത്തിലെ ദൈവം അവൻ്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ മക്കളെ അനുഗ്രഹിക്കുമെന്ന് ഇസ്രായേൽ ജനതയോട് പറഞ്ഞ കർത്താവ് വിതുരയിലെ എല്ലാ മക്കളെയും അവൻ്റെ കലവറ തുറന്ന് അനുഗ്രഹിക്കും. ഏകദേശം 12ഓളം വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം പറയുമ്പോൾ ഞാൻ നിർത്തും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു സോളോ പാടും, സ്തോത്ര കാഴ്ച എടുക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയതുപോലെ ശബ്ദം എടുക്കാനും വയ്യ. ഏകദേശം 15 രാത്രി കൊണ്ട് ഇന്ന് 15ാമത്തെ രാത്രി. അജി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും, വെഞ്ഞാറമൂട്ടിലും ചെങ്കൽ ചൂളയിലും എല്ലായിടത്തും. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കോവിഡ് ആൻഡ് മീറ്റിങ്ങിലായിരുന്നു. എല്ലാം നമ്മുടെ ദൈവകുഞ്ഞുങ്ങളാണ്, എല്ലാം എൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് മീറ്റിംഗ് വെക്കണം, അതുകൊണ്ട് 15 രാത്രിയായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, ശ്വാസം അത്ര ശരിയല്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ നിർത്തിയേ പറ്റത്തുള്ളൂ. 1ാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യം കോവിഡ് വന്നു, 20ലും 1 വന്നു. നാളെ ചങ്ങനാശ്ശേരി കോളനി പോയി ഫെബ്രുവരി പ്രസംഗിച്ചപ്പോഴും ഒമിക്രോണും വന്നു. മിക്കവാറും ഞാൻ വിചാരിച്ച് ഇതോടുകൂടി തീരുമെന്ന്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞ് ഞാൻ ഇച്ചിരി കൂടെ നന്നാവാനുണ്ട്, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ടാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അതെനിക്കറിയാം, ഒരു പടി കൂടി നന്നാവാൻ വേണ്ടി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര ശ്വാസം. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം ഈ ഭാഗത്തുള്ളവരാ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് ഇന്ന് രാത്രി കാർ ഓടിച്ചുകൊണ്ട് പോകേണ്ടത് ഞാൻ തന്നെ. കുറേ നാളായി ഞാനിപ്പോൾ കാർ ഓടിക്കാറില്ല. എൻ്റെ ശരീരത്തിൻ്റെ വേദന കൊണ്ട്, കാലിന് ഭയങ്കര വേദനയുണ്ട്. പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു കണ്ണിന് ഇത്തിരി കാഴ്ചയും കുറവുണ്ട്. നാളെ ഡോക്ടർ പറഞ്ഞ് എവിടെയെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ കയ്യാലെ കയറുമെന്ന് പറഞ്ഞിരിക്കുക. എങ്കിലും പ്രാർത്ഥിച്ച് രാത്രി ഇനി കിലോമീറ്റർ ഓടിച്ചു പോകണം. അതുകൊണ്ട് നിങ്ങളാരും ഗ്രൗണ്ട് വിട്ട് പോകരുത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഞാൻ ഈ കലുങ്ക് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മുടെ വിദൂര കലുങ്കും ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ പ്രസംഗിച്ചിട്ടുള്ള പഞ്ചായത്തിൻ്റെ കോംപ്ലക്സോ ബോസ് ബ്രദർ ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ കണ്ടപ്പോൾ ഞാൻ പ്രത്യാശയോടെ പറയാം, ചെങ്കൽ ചൂടയുടെ കണക്ക് 3 ദിവസമെങ്കിലും യോഗ ഇവിടെ വെച്ചിരിക്കും. സ്വോത്രം. നിങ്ങൾ വിഷമിക്കണ്ട, കർത്താവ് വഴികളെല്ലാം ഒരുക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി, ദൈവം തക്ക സമയത്ത് കാര്യങ്ങൾ നിവർത്തിക്കും. അതുകൊണ്ട് വിതുരയും വിടുവിക്കപ്പെടണ്ടേ. സ്വോത്രം. ഇവിടെ എല്ലാവരും യേശുവിനെ അറിയണ്ടേ. ഇവിടുന്ന് ഒരു 4 പ്രാസംഗികർ വേണ്ടേ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. നെടുമങ്ങാട്ടിൽ നിന്ന് മഞ്ഞാറമൂട്ടിൽ നിന്ന് മതിയോ? വിതുരയിൽ നിന്ന് 4 പേര് വേണ്ടേ? സ്വോത്രം. അതിനുവേണ്ടി ആ കർത്താവ് ഇവിടെ അന്ത്യകാലത്ത് യോഗം വെച്ചിരിക്കുന്നത്. സുന്ദരമായ ലോകം, 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക. ഏകദേശം 800 കോടി ജനം ലോകത്തിനകത്ത്. 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യർ. 197 പരമാധികാര രാഷ്ട്രങ്ങൾ, 262 ലോക രാഷ്ട്രങ്ങൾ. ആ ലോകരാഷ്ട്രങ്ങൾ കുതിപ്പിൻ്റെ ആ പരിധിയിൽ
ഇര തേടുന്ന ഒരു കഴുകൻ ആകാശത്തിലേക്ക് ചിറകടിച്ചുയരുന്നത് പോലെ ഇൻഫർമേഷനും ബയോയും നാനോയും ടെക്നോളജിയിൽ കണ്ടുപിടിച്ചു ആകാശമണ്ഡലങ്ങളിലേക്ക് കുതിക്കുന്ന സമയത്ത് അവിചാരിതമായി 1 ഗ്രാം വൈറസ് 2019 ഒക്ടോബറിൽ ചൈനയിൽ നിന്നിറങ്ങി. ആ വൈറസ് മുഖാന്തരം എത്ര പേർ മരണപ്പെട്ടു? ഏകദേശം 1.5 കോടി പേർ ലോകത്തിൽ. അമേരിക്കയിൽ 8, ബ്രസീലിൽ 7, ഇന്ത്യയിൽ 6, നമ്മുടെ കൊച്ചു കേരളത്തിൽ 68,000 പേർ 24 മാസത്തിനിടയ്ക്ക് ഗുഡ് ബൈ പറഞ്ഞു. എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല. UN ജനറൽ സെക്രട്ടറിക്ക് സ്വസ്ഥതയില്ല, അമേരിക്കൻ പ്രസിഡന്റിന് സ്വസ്ഥതയില്ല, അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വസ്ഥതയില്ല, കേരള മുഖ്യമന്ത്രിക്ക് സ്വസ്ഥതയില്ല, ആരോഗ്യമന്ത്രിക്ക് സ്വസ്ഥതയില്ല. നെടുമങ്ങാടും പറണ്ടോട് തുളിക്കോട് ഡോക്ടർമാർ 2 മൊബൈൽ ചെവിയിൽ വെച്ചുകൊണ്ട് കിടക്കുന്നു. എപ്പോൾ കോവിഡ് വന്നാലും ചാടി എഴുന്നേൽക്കാൻ. സിസ്റ്റർമാരും അതുപോലെ ഓൺലൈൻ ഡ്യൂട്ടിയിൽ എപ്പോഴും ചാടാനായിട്ട് തയ്യാറായിരിക്കുന്നു. ആകെ അല്പസമയമെങ്കിലും കോവിഡ് കാലത്ത് കറന്നുറങ്ങിയത് കർത്താവിനെ അറിയുന്ന ദൈവമക്കൾ. സ്തോത്രം. എല്ലായിടത്തും വൈറസ് കയറിയില്ലേ? പാൽ കവറിനകത്ത് വൈറസ്, നോട്ടിനകത്ത് വൈറസ്, തുവാലയ്ക്കകത്ത് വൈറസ്. അതുകൊണ്ടില്ലേ നമ്മൾ എപ്പോഴും ഞാൻ സാനിറ്റൈസർ അടിച്ചുകൊണ്ടിരുന്നത്. സകലയിടത്തും വൈറസ് കയറി. വൈറസ് കയറാത്ത ഒന്നേ ഉള്ളൂ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി നമ്മൾ ഇത് ഉയർത്തുന്നത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ലോകരാജ്യങ്ങൾ കിടങ്ങുന്നു. സ്വസ്ഥതയില്ലാത്ത ലോകം, സമാധാനമില്ലാത്ത ലോകം, അക്രമം പെരുകുന്ന ലോകം. തീർന്നില്ല. അമേരിക്ക, അവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. കാലിഫോർണിയയിൽ സുനാമി അടിക്കുന്നു. അതിനുശേഷം ടെക്സാസിലും ഇല്ലിനോയിലും ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ ഭയങ്കരമായ കാറ്റടിക്കുന്നു. ഭൂകമ്പങ്ങൾ വരുന്നു. പച്ച മനുഷ്യന് വഴിവക്കിലിട്ട് വെടിവെച്ചു കൊല്ലുന്നു. അമേരിക്ക സ്വസ്ഥതയില്ല. അമേരിക്കയിലെ ജോ ബൈഡൻ നിങ്ങൾ കണ്ടില്ലേ? പണ്ട് കോവിഡ് കാലത്ത് ഇന്ത്യക്ക് വല്ല സഹായമൊക്കെ കൊടുക്കുന്ന ജോ ബൈഡനെ കാണാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉക്രൈൻ യുദ്ധം വന്നപ്പം മോശ മലയെന്നിറങ്ങി വന്നപോലെ ഇപ്പം ഇറങ്ങി വന്നു. സ്തോത്രം. കോവിഡ് ഒരു കാര്യത്തിലും രക്ഷപ്പെടാതെ പുള്ളിക്കാരൻ പോയി. 2 കാനഡ. ഇന്ന് നെടുമങ്ങാട്ടെയും പറണ്ടോടെയും വിതുരയിലെയും കുഞ്ഞുങ്ങൾ 28 ലക്ഷം കൊടുത്തു പോന്നു. അവിടെ ചെന്ന ചേട്ടാ ജോലി കിട്ടും, ചേച്ചി ജോലി കിട്ടും, പാർട്ട് ടൈം ചെയ്യാം. അങ്ങനെ ആരും വിഷമിക്കേണ്ട. അവിടുത്തെ പാർട്ട് ടൈം എല്ലാം കോവിഡോടുകൂടി തീർന്നു. കാശുണ്ടെ അങ്ങോട്ട് പോയാൽ മതി. കാനഡ. അവിടുത്തെ ഏറ്റവും വലിയ വിഷയം, ഏറ്റവും വല്യമായി 2 വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. മഞ്ഞ് അവിടെ പെയ്തിറങ്ങുന്നു. സ്വസ്ഥതയില്ല. ഹിമപാതം കൂടി മനുഷ്യൻ മരിക്കുന്നു. കാനഡയുടെ ഇന്നത്തെ പ്രസിഡന്റിന്റെ പേര് ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹം പറഞ്ഞു 2 പ്രാവശ്യം എനിക്ക് കോവിഡ് വന്നു. എന്നെ ICU കിടത്തിയത് ഈ ചൈനക്കാരന്. ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ അവൻ അടി കൊടുക്കുമെന്ന്. സ്തോത്രം. അങ്ങനെ അവൻ പറയുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത സ്ഥലമാ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ. ഇപ്പം കുഞ്ഞുങ്ങളെല്ലാം പോന്നു. വെള്ളയമ്പലത്ത് ശാസ്ത്രമംഗലത്ത് ഓഫീസിൽ പോയി പൈസ കൊടുത്തു പോന്നു. ബ്രിട്ടൻ. അവിടത്തേക്ക് പോകാൻ 5 വർഷത്തെ വിസ, 2 വർഷം പഠിക്കാം, 3 വർഷം എമിഗ്രേഷൻ. പൈസ മാത്രം മതി. ബ്രിട്ടനിലേക്ക് മലയാളികൾ, നേഴ്സുമാരെല്ലാം പോകുന്നു. യൂറോപ്പിന്റെ വാതിലുകൾ മനുഷ്യന് വേണ്ടി തുറക്കുന്നു. ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുവാൻ വേണ്ടി. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയുടെ പേരാ ബോറിസ് ജോൺസൺ. ആ ചേട്ടനും വന്നു 2 പ്രാവശ്യം കോവിഡ്. അദ്ദേഹം പറഞ്ഞു ചൈനയെ കിട്ടിയാൽ ഞാനും കൈകാര്യം ചെയ്യാം. എന്താ? കോവിഡിന്റെ അന്ത്യത്തിൽ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി. അത് അവസാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ ഫ്രാൻസ്. അവിടുത്തെ ഒരു നല്ല പ്രസിഡന്റാണ് ഉള്ളത്, പേര് ഇമ്മാനുവൽ മാക്രോൺ. ഈ റഷ്യയും യുക്രൈൻ യുദ്ധം നടന്നപ്പോഴും പുള്ളിക്കാരെ ഓടിച്ചെന്ന് സംസാരിച്ച് അടിവെക്കരുത്, പാവപ്പെട്ടവരെ കൊല്ലരുത്. അങ്ങനെ ഒരു രാഷ്ട്രമായി ഫ്രാൻസ്. പഠിക്കുന്ന ഇന്ത്യക്കാരെ അവരും ആകർഷിക്കുന്നു. പണ്ട് യൂറോപ്പ് എന്നേ കേട്ടിട്ടുള്ളായിരുന്നു. ഇപ്പൊ പൈസയുള്ളവരെല്ലാം പോന്നു. അയർലൻഡിൽ പോന്നു, ബ്രിട്ടനിൽ പോന്നു. അത് കഴിഞ്ഞിട്ട് മാൾട്ടാ ദ്വീപിൽ പോകുന്നു. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ പോന്നു, ജർമ്മനി പോന്നു. ഇതെല്ലാം തുറന്നു കിട്ടി. പണ്ട് നമ്മുടെ ആൾക്കാർ ഗൾഫായിരുന്നു. ഇപ്പൊ ഗൾഫെല്ലാം വിട്ടു യൂറോപ്പിലേക്ക് പോകുന്നു. യൂറോപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വേറെ രാഷ്ട്രമുണ്ട്. അതിന്റെ പേരാ ഓസ്ട്രേലിയ. നല്ലൊരു വൻകരയാ ഓസ്ട്രേലിയ. ലോകത്തിലെല്ലാ പട്ടണത്തിലും കോവിഡ് അടിച്ചു. എല്ലായിടത്തും അനവധി പേർ മരിച്ചു. പക്ഷെ ഓസ്ട്രേലിയയിൽ കോവിഡ് വന്നു. മരണം കുറവ് അത്രയും അടിച്ചില്ല. സിഡ്നിയും പെർത്തും അൽബേനിയയും അത് കഴിഞ്ഞിട്ട് മെൽബൺ, ഇതൊക്കെ ഓസ്ട്രേലിയയുടെ സിറ്റി. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്കോട്ട് മോറിസൺ. ഈ കോവിഡ് വന്നുടനെ പുള്ളിക്കാരൻ പായിട്ടിട്ട് ഒരു പ്രാർത്ഥന തുടങ്ങി, കർത്താവേ കോവിഡ് വരട്ടെ, പ്രശ്നമില്ല, എന്നാൽ എൻ്റെ ജനത്തെയും എൻ്റെ രാജ്യത്തെയും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കണ്ടോ, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർമ്മേലിനകത്ത് യാഗപീഠത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങിയതുപോലെ പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിൽ, നേതാക്കളുടെ കണ്ണുനീരിന് നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഓസ്ട്രേലിയയിൽ ഇറങ്ങി. മുഴുവൻ കോവിഡിനെ പറ്റി ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കുറച്ച മരണനിരക്ക് ഓസ്ട്രേലിയയിൽ. അതിർത്തികൾ തുറന്നു. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ വേറൊരുവൻ കിടപ്പുണ്ട്. അതിന്റെ പേരാ ഇസ്രയേൽ. ലോകത്തിന്റെ മധ്യമഗതിയിൽ പശ്ചിമേഷ്യയിൽ 2.5 ഡിസ്ട്രിക്ട് വലിപ്പത്തിനകത്ത് ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 90 ലക്ഷം ജനമുള്ള ഒരു രാഷ്ട്രം ഇന്ന് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലവും ആലപ്പുഴയുടെ പകുതിയും തീർന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ ഇസ്രയേലിന്റെ അംബാസഡർ ന്യൂഡൽഹിയിൽ വന്നു തിരുവനന്തപുരം ടെക്നോ പാർക്ക്, UST ഗ്ലോബൽ അടക്കം 5 കമ്പനികൾക്ക് സ്റ്റാർട്ടപ്പ് ടെക്നോളജി ഇസ്രയേൽ കൊടുത്തു. അന്ത്യകാലം തീർന്നില്ല. ഈ ലോകത്തിലെ 2/3 ഭാഗം ഭൂമിയുടെ കടല. ഇന്ന് രാത്രി ചിന്തിക്കാം, ഈ കടലിനകത്ത് എന്ത് ചലനം നടക്കുന്നെന്നറിയുവാൻ ഇസ്രയേൽ എന്ത് ചെയ്തിരിക്കുന്നു? നല്ല സുന്ദരമായ ഡോൾഫിനെ പരിശീലിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് തൈക്കാട് പോലീസ് ക്യാമ്പിനകത്ത് നായയെ പരിശീലിപ്പിച്ചുകൊണ്ട് ബോംബ് ഡോഗ് സ്ക്വാഡിനെ ചെക്ക് ചെയ്യുന്നത് പോലെ ഇന്ന് ഡോൾഫിനെ പരിശീലിപ്പിച്ചുകൊണ്ട് ഡോൾഫിന്റെ ചിറകിനകത്ത് ക്യാമറ വെച്ചിരിക്കുന്നു. 5G സാറ്റലൈറ്റ് വഴി എല്ലാ സമുദ്രത്തിലും ഇസ്രയേലിന്റെ ഡോൾഫിൻ കറങ്ങുന്നു. ആ സമയത്ത് CC ക്യാമറ വഴി സമുദ്രത്തിലെ നീക്കങ്ങൾ മുഴുവൻ ഇസ്രയേൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും നിർണായകം ഒരു രാഷ്ട്രമായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞ പ്രവചന നിവർത്തി. അത്തി തളിർത്തു. തീർന്നില്ല. ഇവിടെ എല്ലാവരും രാഷ്ട്രീയക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 ചേട്ടന്മാരിന്റെ ഭരിക്കുന്നില്ലേ? മോഡി സാറും അതുപോലെ തന്നെ അമിത്ഷായും ഈ നാട്ടുകാരുടെ മൊബൈൽ മുഴുവൻ ഊറ്റിയെടുത്തു. അതിന്റെ പേരാ പെഗാസസ്. നമ്മൾ വിതുരെ നിന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഇസ്രയേൽ ചോർത്തി മോഡി സാറിന് കൊടുക്കുന്നു. പെഗാസസ്. അന്ത്യകാലം ഇങ്ങനൊരു രാഷ്ട്രം കുതിച്ചുയരുന്നു. അതിന്റെ ഇപ്പുറത്ത് അറബ് രാഷ്ട്രങ്ങൾ തകരുന്നു. സിറിയ കത്തുന്നു. ജോർദാനിലെ രാജാവ് കരയുന്നു. അത് കഴിഞ്ഞ് ലെബനോൺ തീവെക്കുന്നു. ഇതെല്ലാം ഒരു അന്ത്യദിനങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് തൊട്ടിഞ്ഞോട്ട് വരുമ്പോൾ കിടക്കുന്നു റഷ്യ, ഉക്രൈൻ. അതവിടെ നിൽക്കട്ടെ. ഇന്ന് അവസാന പ്രവചനത്തിൽ അത് പറഞ്ഞിട്ടേ നിർത്തത്തോളൂ. അതിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ കാണുന്നതാ ഇറാൻ, ഇറാഖ്. ഇറാൻ സാധാരണ പുള്ളിയല്ല. അവൻ നേരിട്ടടിക്കാത്തത് കൊണ്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കൊട്ടേഷൻ കൊടുക്കുന്നു. ആ കൊട്ടേഷന്റെ പേര് യമനിലെ ഹൂത്തി വിമതർക്ക് വേണ്ടി ഡ്രോൺ കൊടുക്കുന്നു. സൗദിയിലെ അരംകോയ്ക്കകത്ത് ഡ്രോൺ വീഴുന്നു. തീരുന്നില്ല. അബുദാബിയിലെ അഡിനോക്കിനകത്ത് ഡ്രോൺ വീഴുന്നു. ഇത് സൈന്യം കൊടുക്കുന്നതല്ല, ഇത് ഇറാൻ ചോർത്തി കൊടുക്കുന്ന ഡ്രോൺ ഗൾഫ് മേഖലയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ വിതുരൈ ഗ്രൗണ്ടിലിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു പട്ടണമുണ്ട് ഇറാഖ്. ആ ഇറാഖിനകത്ത് കോവിഡ് കാലത്തും ഒരു മാൾ പണിയുന്നു. ലൂലുവിന്റെയും പെൻഡലൂണിന്റെ, വാൾമാർട്ടിന്റെ, ആദിത്യയുടെ, മോർമോറിന്റെ, റിലയൻസിന്റെ, ബിഗ് ബസാറിന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ മഹദിയാം ബാബിലോൺ ഇപ്പോൾ എവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇറാഖിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 6 ഗൾഫ് രാഷ്ട്രങ്ങൾ. അബ്രഹാമിന് കെദൂറയിൽ ഉണ്ടായ മക്കൾ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, മസ്കറ്റ്, ഖത്തർ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പോകുന്ന സ്ഥലം. അവിടെ എല്ലാം പ്രശ്നങ്ങള്. ഇപ്പം എണ്ണവില ഇച്ചിരി കൂടിയതുകൊണ്ട് പിടിച്ചിരിക്കുന്നു. വിതുരയിലെ എല്ലാ മാമമാരോടും ചേച്ചിമാരോടും അച്ചായന്മാരോടും ഞാൻ പറയുന്നു, നല്ല ജോലിക്കാരനകത്തല്ലാത്ത ഗൾഫുകാരനെ പിടിച്ച് പെമ്പിള്ളാരെ കെട്ടിക്കരുത്. 4-ാം പക്കം തിരിച്ചു വരും. കർവാപ്പസി സ്വോത്രം. അതുകൊണ്ട് ഗൾഫ് രാജ്യം നാട്ടുമാങ്ങ വീഴുന്നത് പോലെ വീണുകൊണ്ടേ ഇരിക്കുന്നു. പണ്ടത്തെ കണക്ക് ചേട്ടൻ ഗൾഫിലാന്ന് പറഞ്ഞിട്ട് ആരും കെട്ടിക്കരുത്. അവിടെ മുഴുവൻ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കണ്ടില്ലേ? 20 വർഷം ഒരു കുഞ്ഞിനെ അമ്മ തോളിൽ കൈയിട്ടതുപോലെ അമേരിക്കക്കാരൻ കൈയിട്ട് കൊണ്ട് കിടന്നു. അമേരിക്കക്കാരൻ എന്ത് ചെയ്ത്? ചക്രമില്ല. അഫ്ഗാനെ താലിബാന്റെ കയ്യിൽ കൊടുത്തിട്ട് സ്ഥലം വിട്ടു കഴിഞ്ഞു. അന്തിമ യുദ്ധം. അടുത്ത തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാൻ. നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ഇമ്രാൻ ഖാൻ. അവന്റെ കസേരയുടെ കാല് ഇപ്പൊ അവിടുത്തെ ആൾക്കാർ വലിച്ചു ഊരുന്നു. സ്വോത്രം. ഞാൻ എന്തേ ഇതൊക്കെ പ്രസംഗിച്ചത് അവന്റെ കാല് പോയി. ഇവൻ ഭയങ്കര കള്ളനാ. നാട്ടുകാർ കേൾക്കണം കേട്ടോ. ഇപ്പൊ ഈ ഉക്രൈനെ അടിച്ചുകൊണ്ടിരുന്നപ്പോ ഇമ്രാൻഖാൻ എവിടെ പോയി? നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇത് കേൾക്കണ്ട. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തില് ഒരു പ്രസിഡന്റ് റഷ്യ പോയി 25 വർഷത്തിന് ശേഷം. അപ്പോൾ ഉക്രൈൻ്റെ മണ്ടയ്ക്ക് റഷ്യ അടിച്ചപ്പോൾ ഇമ്രാൻഖാൻ അവിടെ നിന്ന് BBC-യോട് പറയാം, എക്സൈറ്റ്മെന്റ് അറ്റാക്ക്, അമേസ്മെന്റ് എന്ന് നല്ല അടിയുന്നു. സ്വോത്രം. അവൻ തിരിച്ചു വന്നപ്പോൾ അവനും അടി കൊടുത്തു. സ്വോത്രം. പാകിസ്ഥാനിൽ കലാപം. അവനും പോവുക. ഒരു അന്ത്യകാലം. അത് ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇന്ത്യക്കകത്ത് കിടക്കുന്ന ചൈന. നല്ല പുള്ളിക്കാരനല്ലേ? ലാബിൽ നിന്ന് 1 ഗ്രാം വൈറസ് ഇറങ്ങി. വലിയ പ്രശ്നമായിരിക്കുന്നു. തീർന്നില്ല. ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ അണിയറയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയായി യുദ്ധങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. ചൈനയിലെ 2 കമ്പനി പൊട്ടിയാൽ ലോകം 20 വർഷം പുറകിലേക്ക് എവർ ഗ്രാൻഡ് ആൻഡ് ഫെന്റാസിയ സാമ്പത്തിക രംഗം തകരും. ചൈനയിൽ കോവിഡിന്റെ 6ാമത്തെ വകഭേദം, 1 നോവൽ കൊറോണ, 2 COVID-19, 3 B117, 4 കെന്റ് വൈറസ്, 5 ഡെൽറ്റ, 6 ഇപ്പോൾ ഓടുന്ന ഒമിക്രോൺ. ഇതിന്റെ മറ്റൊരു തലം ഇപ്പൊ ചൈനയിൽ അടിച്ചിരിക്കുന്നു. 4 സിറ്റികളിൽ ഫുൾ ലോക്ക്ഡൗൺ. പലരും പറയുന്നു കോവിഡ് ഇപ്പം തീരുവന്നു. സ്വോത്രം, കോവിഡ് അങ്ങനെ ഒന്നും തീരത്തില്ല. പുറകെ ഞാൻ പറയാം, ചൈന വല്ലാതെ കുഴങ്ങുന്നു. അത് കഴിഞ്ഞാൽ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നു ശ്രീലങ്ക. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ചൈനയിൽ നിന്ന് ഉള്ള പൈസയെല്ലാം ബ്ലേഡിനെടുത്തിട്ട് ശ്രീലങ്ക കരയുന്നു. കമ്പൻതോട്ട തുറമുഖം ഇപ്പൊ ചൈനയ്ക്ക് എഴുതി കൊടുത്തു. കോവിഡിന്റെ അന്ത്യത്തിൽ ക്ഷാമം വരുമെന്ന് നെടുമങ്ങാട്ട് വരെ ഞാൻ പ്രസംഗിച്ചു. ചന്തയ്ക്കകത്ത് തൊണ്ട കീറി പറഞ്ഞു, എന്താ ഇന്നത്തെ ലങ്കയിലെ പ്രശ്നം? 483 രൂപ 1 കിലോ അരിക്ക്, 283 രൂപ 1 ലിറ്റർ പാലിന്. പെട്രോളും ഇല്ല, ഡീസലും ഇല്ല. ഒരാഴ്ച 1 ലിറ്റർ എണ്ണ, സ്വോത്രം മണ്ണെണ്ണ തരുന്നല്ല, സ്വോത്രം തീരാൻ പോവുക. അന്ത്യകാലം ലങ്ക കരയുന്നു. നാം പാർക്കുന്ന ഇന്ത്യ, സുന്ദരമായ ഇന്ത്യ, 135 കോടി ജനം, ഇൻഫർമേഷൻ ബയോ നാനോ ടെക്നോളജി, ആകാശത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് കുതിപ്പ് നടത്തുന്നു. ആ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ 2ാമതും ഗവൺമെന്റ് വന്നു, അവർ ഭരണത്തിൽ കയറി. ആ സമയത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖൻ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. ശ്രീ മോഡി സാറിനോ ശ്രീ അമിത്ഷായ്ക്കോ ഇന്നത്തെ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി ജയശങ്കറിനോ ഒന്നുമല്ലായിരുന്നു. 4 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ മുഴുവൻ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ ബിപിൻ റാവത്ത്. അമേരിക്ക, ഇസ്രയേൽ, റഷ്യ, ഫ്രാൻസ്, ഇത്ര ആയുധങ്ങളാണ് ഇന്ത്യയുടെ കസ്റ്റഡി. ഇത് മൊത്തം ചെയ്യുന്ന ബിപിൻ റാവത്ത. അകാലത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇന്നൊരു പുതിയ കരസേനാ മേധാവിയെ കൊണ്ടുവന്നു. ഇതിന്റെ ചീഫായിട്ട് കൊടുക്കുവാൻ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് പൂർണ്ണതയിലെത്തിയില്ല. ആ സമയത്ത് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ 137 ദിവസം നമ്മുടെ പെട്രോളിനും ഡീസലിനും വില കുറവില്ലായിരുന്നു. നല്ലത് സ്മൂത്തായിട്ട് പോയി. 4 സംസ്ഥാനത്ത് BJP വീണ്ടും ഭരണത്തിൽ വന്നു. അപ്പുറത്ത് കോൺഗ്രസ് തറപറ്റി. കുഴപ്പം ഇതിലല്ല, അഡ്മിനിസ്ട്രേഷൻ കോൺഗ്രസിന്റെ ശരിയല്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ബിരുദം എടുത്തുകൊണ്ടാണ് പറയുന്നത്. സ്വോത്രം, തിരുവനന്തപുരം ജില്ലയിലെ മിക്ക രാഷ്ട്രീയ നേതാക്കളും എന്നെ അറിയാം. സ്വോത്രം ബിരുദം എടുത്തതുകൊണ്ട് സ്വോത്രം. അതുകൊണ്ട് കോൺഗ്രസ് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഡൽഹിയിൽ ഒരു കേജ്രിവാൾ ഉണ്ടായിരുന്നു. അവ ഈ കർഷക സമരം നടത്തിയപ്പം പഞ്ചാബിയക്ക് വെള്ളവും കൊടുത്തു, ഗ്യാസും കൊടുത്തു. അതുകൊണ്ട് എന്തോ ഇത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. കണ്ടില്ലേ, പഞ്ചാബിനകത്ത് താമരയും പോയി, കൈപ്പത്തിയും പോയി. ആപ്പ് പാർട്ടി ചൂല് അവിടെ റെഡിയായി. സ്വോത്രം. ഇപ്പം കേജ്രിവാൾ പറയുന്നു കേരളത്തിലും ഞങ്ങൾ ഒരു കൈ നോക്കാമെന്ന്. സ്വോത്രം തീർന്നില്ല, ഗുജറാത്തിലും നോക്കാമെന്ന്. അങ്ങനെ ചൂല് പാർട്ടി ഇന്ത്യയിൽ ശക്തമായി വരുന്നു. നാം പാർക്കുന്ന കൊച്ചു കേരളം, 3.5 കോടി ജനം, സാക്ഷര കേരളം, സുന്ദര കേരളം, സമൃദ്ധിയുടെ കേരളം. പക്ഷെ ഇന്ന് 2 ബിസിനസ് ഇവിടെ നല്ലതുപോലെ പൊടി പൊടിക്കുന്നു. 1 കഞ്ചാവ്, 2 മയക്കുമരുന്ന്. സന്തോഷമില്ലല്ലോ? ഏത് ദിവസവും പത്രവാർത്ത, ആൺകൊച്ച് കഞ്ചാവ്, ഡോക്ടർ കഞ്ചാവ്, പെൺകൊച്ച് കഞ്ചാവ്, ക്യാപ്സൂള് വേറെ, ചേട്ടൻ കഞ്ചാവ്, മയക്കുമരുന്ന് വിൽക്കുന്ന ഡോക്ടർമാർ വരെ ആലുവായിൽ. തീർന്നില്ലേ? മലയാളിയെ ഇങ്ങനൊന്നും ദൈവം വിടത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോവിഡ് കാലത്ത് കിറ്റില്ല, ഭക്ഷണമില്ല, കയ്യൊറയില്ല, മാസ്ക് ഇല്ല. ആ ക്രിസ്മസിന് കണ്ടില്ലേ എത്ര രൂപയ്ക്കാ മലയാളി കുടിച്ചത്? മിണ്ടുന്നില്ലല്ലോ. 90 കോടി രൂപയ്ക്കാ ഒരു ദിവസം മലയാളി കുടിച്ചത്. മന്ത്രി KN ബാലഗോപാൽ എൻ്റെ കൂടെ സീനിയർ ആയിരുന്നു കോളേജിൽ. ഞങ്ങൾ ഒരേ കാലത്ത് പ്രവർത്തിച്ചത്. എൻ്റെ സീനിയർ ആയിരുന്നു പുള്ളി. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, നീ 2 പ്രാവശ്യം ജനിച്ചിരുന്നെങ്കിൽ കർഷക പെൻഷനും എല്ലാ പെൻഷനും കൊടുക്കാൻ ഖജനാവ് റെഡിയായനെന്ന്. സ്തോത്രം. ഇത്രയും മദ്യം കുടിക്കുന്ന പഞ്ചാബിനെ വരെ കടത്തിവിട്ട്. പിന്നെ കൊട്ടേഷൻ. ഞാൻ ഈ ക്ലാസ് എടുക്കുവാൻ ട്യൂട്ടോറിയൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ആരാ കൊടി സുനി, ആരാ പൾസർ സുനി, ആരാ പുലിജോസ്? ഇത് കൊട്ടേഷൻ ടീം ഇഷ്ടം പോലെ കേരളത്തിൽ പെരുകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കേരളത്തെ ഇങ്ങനെ ഒന്നും ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇവിടെ എല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഒരിക്കൽ കൂടെ 68,000 കുഞ്ഞുങ്ങൾ ഈ കേരളത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇന്ന്
ഈ ലക്ഷണങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ധ്വനികളെ കാണിക്കുമ്പോൾ ഇന്ന് രാത്രി അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ, കൃപ ലഭിച്ച ദൈവമക്കൾ, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ, ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വൈറസിന്റെയും മഹാവ്യാധികളുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി പറയണം, ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട്, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഉണ്ടാകും. എന്നാൽ അതിന്റെ നടുവിൽ കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി വിതുരയെ, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തി, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുമ്പോൾ അകത്തളം ചൊലിക്കുന്ന ദൈവമക്കൾ, പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച ദൈവമക്കൾ, രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയ ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയും, ഞങ്ങൾ പോകാറായി മണ്ണാകുന്ന മായവിട്ട് നിത്യതയുടെ കവാടങ്ങളിലേക്ക്. ഇന്ന് രാത്രി വിതുരയെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്നത് എന്റെ പ്രിയ മക്കളെ ചേർക്കുവോ. 10,000 പേര് സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറോ. വിതുരയിലെ ദൈവജനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. മത്തായി സുവിശേഷം 24, 29, 30 വാക്യങ്ങൾ വായിക്കുന്നു. മത്തായി 24, 29, 30 വാക്യങ്ങൾ വായിച്ചോട്ടെ മക്കളെ. മത്തായി 24, 29, 30. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. ആ സയൻസിലേക്ക് സൂര്യൻ ഇരുണ്ടു പോകും. അടുത്തത് പ്രകാശം കൊടുക്കാതിരിക്കും. ചന്ദ്രൻ പ്രകാശം തരത്തില്ല. കോവിഡ് ഒന്നും വല്ല വരാൻ പോകുന്ന വലിയ കാര്യം. ചന്ദ്രൻ പ്രകാശം തരത്തില്ല. അടുത്തത് നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും. നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുക. അപ്പോൾ മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാക്കുന്നു? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത പൊന്നു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ തിരുസാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. ഇന്ന് രാത്രി നിയമത്തിൻ്റെ പെട്ടകവുമായി തേജസ് വാരി ഉടുത്ത കർത്താവ് ഇന്ന് രാത്രി വിതുരയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല കർത്താവ് ഇന്ന് രാത്രി നിന്റെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ചലിക്കുവാൻ. നയിൻ്റെ പട്ടണത്തിലെ വിധവ ഭർത്താവ് മരിച്ചു. ഏകയാശ്രയം മകനായിരുന്നു. എന്നാൽ സെമിത്തേരിയിലേക്ക് ഒരു വിലാപ യാത്ര പോകുക. ശവപ്പെട്ടിക്കകത്ത് ഹല്ലേലൂയ ചേതനയറ്റ ശരീരം കിടക്കുക. ആ വിധവ നിലവിളിച്ചു കൊണ്ടിരുന്നു. ശവപ്പെട്ടി ചുമക്കുന്നവർക്ക് ഭാരമില്ല. ചില മിനിറ്റുകൾക്കകം ആ ഡെഡ് ബോഡി സെമിത്തേരിക്കകത്ത് വീഴും. എന്നാൽ അവസാന നിമിഷത്തിന് വിലാപയാത്രയുടെ മുൻപിലേക്ക് ജീവന്റെ നായകനായ ഞങ്ങളുടെ നസ്രയനൊന്ന് വരുവാനിടയായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, ആശകൾ അറ്റുപോയി, ഒരു പ്രതീക്ഷയില്ലെന്ന് ഇന്ന് രാത്രി മെഡിക്കൽ സയൻസ് തള്ളിയാൽ, ലോകം നിനക്കെതിരെ പരാതി പറഞ്ഞാൽ, ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ മരണ വാറന്റുകൾ പിശാച് കുറിച്ചാലും പറയണം, ഇന്ന് രാത്രി ആ നായകൻ എന്റെ വിഷയത്തിനകത്തൊന്ന് ഇറങ്ങി വന്നാൽ, ദ മൈറ്റി പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി അവന്റെ കരം എന്റെ വിഷയത്തിനകത്തൊന്ന് ചലിച്ചാൽ, ഇന്ന് രാത്രി അമ്മച്ചി വിശ്വാസത്തോടെ പറയണം, ചാവാറായ ശേഷിപ്പുകൾ ഇന്ന് രാത്രി എഴുന്നേൽക്കുക. നയിന്റെ പട്ടണത്തിലെ വിധവയുടെ ശവമഞ്ചത്തിലേക്ക് ആ മകന്റെ ശരീരത്തേക്ക് യേശുവിന്റെ കരം ഇറങ്ങി വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രി യേശു തൊട്ടവർ, യേശുവിന്റെ തൊട്ടവർ, യേശു ഒരു വാക്ക് കൽപ്പിച്ചവർ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിതുര പഞ്ചായത്ത് സ്റ്റേഡിയത്തിനകത്ത് നീ ആരാധിക്കുവാൻ തുടങ്ങിയ നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് രാത്രി അത്ഭുത രോഗ ശാന്തി പകരുക. ഇന്ന് രാത്രി കരുണാമയനായ കർത്താവ് ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, പുകഴ്ചയ്ക്ക് യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹാദൈവ. ഇന്ന് രാത്രി വീരൻ ഇറങ്ങി വരുന്നത് പരാജയത്തിനല്ല, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് രാത്രി നിന്നെ ഉയർത്തുക. എന്റെ നല്ല നാഥൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. കുഞ്ഞെ 68,000 പേർ കേരളത്തിൽ നിന്ന് പോയി. നിനക്ക് 2 പ്രാവശ്യം കോവിഡ് അടിച്ചു. നിന്റെ വീട്ടിന്റെ മുൻപിൽ ശവപ്പെട്ടി വന്നു. നിന്റെ പട്ടണത്തിനകത്ത് അനേകം പേരെ 12 അടി മണ്ണിനകത്തേക്ക് കുത്തിത്താഴ്ത്തു. ചില ഡെഡ് ബോഡികൾ കത്തിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്നാൽ ഇന്ന് രാത്രിയും നിന്റെ വിതുര ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്നത് മാസ്ക് അല്ല, സാനിറ്റൈസർ അല്ല, നിന്റെ കൈക്കകത്ത് കയറിയ കോവാക്സിനും കോവിഷീൽഡുമല്ല. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 വർഷക്കാലം എന്നെ നടത്തിയ മഹാദൈവത്തിന് ഇന്ന് രാത്രി നന്ദി കരേറ്റുക. എത്ര കരങ്ങൾ ഇന്ന് രാത്രി ഉയരും. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആകാശ നക്ഷത്രങ്ങളെ നിർമ്മിച്ചവന്റെ കരം ഇന്ന് രാത്രി ഇത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കള്, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ ബന്ധുക്കള്, എന്റെ പട്ടണത്തെ കോവിഡ് കാലത്ത് കാത്തു പരിപാലിച്ച ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി കരേറ്റുക. എത്ര പേർ ഉള്ളത്തിൽ നിന്ന് ആരാധന
ആരാധന കൊടുക്ക. ആരാധന ദൈവമക്കളുടെ അപമാനമല്ല, നിന്റെ അഭിമാനമോ. ഇന്ന് രാത്രി പന്തലിനകത്ത് ഉയരേണ്ടത്, ഈ പട്ടണത്തിനകത്ത് ഉയരേണ്ടത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. നമ്മുടെ വേദനകളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മഹാദൈവ ഇന്ന് രാത്രി തന്റെ ദൂതസഞ്ചയമായി ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. സാറാബുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി വിതിരയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. തേജസ് വാരി ഉടുത്തവന്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ പുറപ്പെടുമ്പോൾ അന്ധകാരത്തിന്റെ കെട്ടുകൾ മാറുക. ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിച്ചാട്ട് വിതുര യേശുവിനെ കാണുവാൻ ആയിരങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുക. ഈ പട്ടണത്തിൽ ഒരു ഉണർവ് വ്യാപരിക്കുക. ഇന്ന് രാത്രി ദൈവകരം വെളിപ്പെടട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസെ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ ആരാധനയുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെങ്കിൽ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. ഇന്ന് രാത്രി കാൽവറിയിലെ മുറിഞ്ഞ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുനാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. എന്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ നദി പോലെ ഇന്ന് രാത്രി വിതുര കൺവെൻഷനകത്ത് ഒരു അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി ഒരു പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി ഒരു അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി വചനത്തിന്റെ മഴ ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്നുകാർ യേശുവിനെ കാണുക, പാപപ്രവർത്തികളിലായിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കരം ഉയർത്തി യേശുവിനെ സ്തുതിപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ശബ്ദം വെളിച്ചമെല്ലാം ദൈവം കാക്കണം. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള മഹാദൈവം ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നത് വരെ ഞങ്ങളോടങ്ങ് കരുണ കാണിക്കണം. ഈ മക്കളെ എല്ലാം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. കർത്താവേ, അടിയന്റെ കഴിവും മിടുക്കമല്ല. ഇന്ന് രാത്രി വചനത്തിന്റെ പൊരുളുകൾ പറയുവാൻ എളിയവനെ ബലപ്പെടുത്തണം. ഈ പർദീസ ഗോസ്പൽ മിനിസ്ട്രിയുടെ ക്രൂസൈഡിൽ ഇതിന്റെ സംഘാടകരുടെ പേരോ ഞങ്ങളുടെ പേരോ ഒന്നും ഉയരരുതേ കർത്താവേ. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഈ യോഗ പരമ്പരകളിൽ വിതുരയിൽ ഉയരണം. ഞാനോ ഉയർത്തപ്പെട്ടാൽ കർത്താവെ എങ്കിലേക്ക് അനേകം പേരെ ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള കൃപ ഈ കൺവെൻഷൻ മൂലം ഈ മാർച്ച് മാസത്തിൽ ഈ പട്ടണത്തിൽ വെളിപ്പെടണം. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ആദ്യോടന്തം ഇന്ന് രാത്രി തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. ഇന്ന് രാത്രി ഞങ്ങളെ വിടുതലോടെ കടത്തിവിടും. മഹത്വമെല്ലാം അപ്പച്ചന് കരയേറ്റുന്നു. പ്രാർത്ഥന മാനിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായിച്ചത് മത്തായി സുവിശേഷം. എൻ്റെ ബൈബിളിലേക്ക് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ ഗ്രന്ഥങ്ങൾ. ആദാ വിശുദ്ധ ബൈബിൾ 1189 അധ്യായങ്ങൾ. പുതിയ നിയമം 5 തലം: മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും. സുവിശേഷത്തിന്റെ ഏടുകൾ മശിഹാത്വം, ദാസത്വം, ദൈവത്വം, പുത്രത്വം. 2-ാം തലം അപ്പോസ്തല പ്രവർത്തികൾ. ധന്യനായ ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയ പുതിയ നിയമസഭയുടെ ചരിത്രം. പുതിയ നിയമസഭ എങ്ങനെ ഭാവിയിൽ മുൻപോട്ട് പോകണം. കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ പ്രവാചകന്മാരാൽ അപ്പോസ്തലന്മാരാൽ ഉല്ലേഖനം ചെയ്തു. അതിന്റെ ഉപദേശത്തിന്റെ പരമ്പരയാ വലിയ ലേഖനങ്ങൾ. റോമ, തിമത്തിയോസും തെസ്സലോനിക്കയും കോരിന്ത്യയും എഫേസ്യർ, എബ്രായർ. വലിയ ലേഖനങ്ങൾ രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാട് വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയും അക്കമിട്ട് വരച്ചു കാട്ടുന്നു. 4-ാമത്തെ പരമ്പരയായി തുലവും ചെറിയ ലേഖനങ്ങൾ. ഈ കാലം അസ്തമിക്കും. എതിർ ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത, കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ഒപ്പം തന്നെ എതിർ ക്രിസ്തു രംഗപടത്തിന് പിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഉപദേശത്തിന്റെ അതിർവരമ്പ് കടന്നു പോകുന്ന പാസ്റ്റർമാരെ ആയാലും അച്ഛന്മാരെ ആയാലും ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി കർത്താവ് വരുമെന്ന് 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാനും 2 യോഹന്നാനും 3 യോഹന്നാനും, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദ പരിസമാപ്തി കുറിക്കുന്നു. അത് 4-ാം തലം. യൂദ വചനത്തിന്റെ പരിസമാപ്തിയായി സഭയുടെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: കാത്തിരിക്കുന്ന തന്റെ പ്രിയ മക്കളെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും.
ലേഖനത്തിൻ്റെ അവസാനമാ സ്തോത്രം. അതൊക്കെ ഞങ്ങൾ പ്രസംഗിക്കാറുള്ളൂ. പിന്നെ വിതുരയിലും ഞങ്ങളുടെ ഇടയിലും ഒക്കെ കുറേ പാർട്ടികൾ രക്ഷിക്കപ്പെടാത്തതുണ്ട്. അഭക്തിയോടെ ജീവിക്കുന്ന, കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിൻ്റെ രോഗമോഹങ്ങളിൽ കടന്നുകൂടുന്ന പകയും പിണക്കവും കോപവും തൊന്തുപക്ഷവും ജാരശങ്കയും ഇതെല്ലാം വെക്കുന്ന എല്ലാവരെയും ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി കർത്താവ് വെളിപ്പെടും. പിന്നെ ഇനി കോവിഡ് വരും, ഒമിക്രോൺ വരും, ഷിഗല്ല വരും, അതിനുശേഷം ഒരുപാട് മാരക രോഗങ്ങൾ വരും. അപ്പം പത്രോസ് പോയതുപോലെ ഞങ്ങളും ഈ സുവിശേഷ പരിപാടി നിർത്തും. സ്വോത്രം പോകത്തില്ലയോ? സ്വോത്രം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു വീഴാതിരിപ്പാൻ. സന്തോഷമില്ലല്ലോ? നാട്ടുപാങ്ങ വീഴുന്ന പോലെ പലരും വീണില്ലയോ കോവിഡ് കാലത്ത്? വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലേക്ക് എത്തിക്കുന്ന നാഥൻ്റെ വചനം ഏറ്റെടുക്കുന്ന കുഞ്ഞുങ്ങൾ അവസാന CSIക്കാർ അതിൽ മന്നര മതിലിയാടത്തില്ല. പെന്തിക്കോസുകാർ പറയൂന്നും അറിയത്തില്ല. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. സ്വോത്രം. വിശ്വാസി പറയും, ഞങ്ങളുള്ള പാസ്റ്റർമാർ പറയും തരേണമേ തരേണമേ എന്ന്. സ്വോത്രം. ഞങ്ങളുടെ കാര്യം ഇതേ ഉള്ളൂ. സ്വോത്രം. നിങ്ങളങ്ങനെ ആയിപ്പോകരുത്. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് രാത്രി നാം തൊട്ടുവച്ചത് മത്തായി സുവിശേഷം 7:30 യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശീകരണം. 37 കാലഘട്ടത്തിൽ മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം. 28 അധ്യായങ്ങൾ, 1271 വാക്യങ്ങൾ. ബേത്ലഹേമും കവർന്നഹൂമും നസറേത്തും ഇതിനകത്ത് പ്രത്യേക തലങ്ങളിൽ കാണിക്കുന്നു. ഒലിവുമലയുടെ നിറകയ ഇതിൻ്റെ അന്ത്യത്തിങ്കൽ കാണിക്കുന്നത്. 4 വ്യത്യസ്ത കഥാപാത്രങ്ങൾ അക്കമിട്ട് രേഖപ്പെടുത്തുന്നു. 1 യേശു, 2 മറിയം, അത് കഴിഞ്ഞ് യോസേപ്പ്, മഗ്ദലനക്കാരി മറിയ. ഇവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗങ്ങളിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്കം തന്നെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെ പറ്റി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി കാണുന്നു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ ഭൂതലത്തിലേക്ക് വരണം. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി അതിനകത്ത് തൊട്ടുവെക്കുന്നു. ആ കാലം മുൻപോട്ട് പോകുമ്പോൾ വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങളാണ്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, തൊട്ടാൽ ഇന്നൊന്നും അവസാനിക്കത്തില്ല. 2-ാം യുഗം നിൽക്കൽമക്ഷ യുഗം, 3-ാം യുഗം മനസാക്ഷി യുഗം, 4-ാം യുഗം ന്യായപ്രമാണ യുഗം, 5-ാം യുഗം സങ്കലന യുഗം. സങ്കലനത്തെ യുഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ 66, 39, 27. അപ്പോൾ ബൈബിളിനകത്ത് തന്നെ ഒരു മിനി ബൈബിളുണ്ട്. അതാ കാറ്റലോഗ്. യെശയ്യാ പ്രവചനം 39 നിഴൽ 40. കണ്ടോ കേട്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ ദുർഘടപാതകൾ നിരപ്പാക്കവിൻ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപ ദിവസത്തിൽ നിന്ന് വിട്ടൊഴിവീൻ. അതാണ് സ്നാപക യോഹന്നാൻ സങ്കലന യുഗത്തിൽ. ആ പുള്ളിക്കാരനെ പിന്നെ കർത്താവ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മാമ്മമാർ 2 പേരുണ്ടായിരുന്നു, ഹേരോദാവിൻ്റെ സ്വോത്രം. അവർ പദ്ധതി വെച്ചു. ആ സങ്കലന യുഗത്തിൽ ഈ തലയറ്റുപോകുമെന്നറിയാം. അപ്പോൾ ആര് മിനിസ്ട്രി ഏറ്റെടുത്തു? ആരാ? യോർദാനിലെ കലക്കവെള്ളത്തിൽ നമ്മുടെ സ്നാപക യോഹന്നാനാൽ യേശു കടന്നു വരുന്നു. അവൻ 30-ാമത്തെ വയസ്സിൽ മിനിസ്ട്രി ഏറ്റെടുക്കുന്നു. അവൻ എന്താ ചെയ്യുന്നത്? പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, യോഹന്നാനെ നിന്നാൽ എനിക്കിപ്പോൾ സ്നാനം ആവശ്യം. യോർദാനിൽ കലക്കവെള്ളത്തിൽ മുങ്ങിയപ്പോൾ, ഗലീലയിൽ നിന്ന് 40 മൈൽ നടന്ന് യോർദാനിൽ മുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ മുങ്ങിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. ഇതുവരെ പുത്രനായിരുന്നു, മുങ്ങിയപ്പോൾ ഇവൻ എൻ്റെ, മിണ്ടുന്നില്ലല്ലോ, ശബ്ദമില്ലല്ലോ, സ്വോത്രം. പലരും വിചാരിച്ചിരിക്കും മുങ്ങിയത് അബദ്ധമാണെന്ന്. സ്വോത്രം. മുങ്ങിയപ്പോഴാണ് നമ്മുടെ പേരവിടെ ക്ലിയർ ആയത്. സ്വർഗം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്ര ക്ലിയർ! പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യോഹന്നാൻ പോയപ്പോൾ മിനിസ്ട്രി യേശു ഏറ്റെടുക്കുന്നു. 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 3.5 വർഷം മിനിസ്ട്രി ഏറ്റെടുക്കുമ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതല്ലയോ യോഹന്നാൻ വിളിച്ച് പറയുന്നത്. അധ്യായം 1 വരുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ അല്ല, CSIയുടെ അല്ല, മാർത്തോമയുടെ അല്ല, ഹൈന്ദവൻ്റെ അല്ല, ഇസ്ലാമിൻ്റെ അല്ല, സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗമുണ്ടാകണം. ആ യാഗമാ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കാൽവറിയിലെ യാഗം നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ അവന്റെ ക്രൂശീകരണത്തിനോടുള്ള ബന്ധത്തിൽ വരുന്നു. എവിടത്തേക്ക് വരുന്നു? മത്തായി 21. അവൻ ഒലിവുമലയുടെ സമീപത്തേക്ക് ബേത്പകയ്ക്കും ബദാനിക്കും ഇടയിൽ വരുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. അപ്പോൾ വിതരക്കാർ ചോദിക്കുക, എന്താ ആവശ്യം? അപ്പൊ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇന്നേക്ക് 2550 കൊല്ലം, അല്ലെങ്കിൽ യേശു ജനിക്കുന്നതിന് 550 years ബാക്ക് ഇസ്രയേലിനെ പറ്റി ഒരു പ്രവചനം എഴുതിയ ഒരു പ്രവാചകനുണ്ട്. അവന്റെ പേര് സെക്കര്യാവ്. വാക്യം തൊടണ്ട, നോട്ട് ചെയ്തങ്ങ് പൊക്കോണ്ടാ മതി. അതിനകത്ത് എഴുതിയിട്ടുണ്ട് സെക്കര്യാ പ്രവചനം 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കി കൊണ്ടുവരും. ഇതാ പ്രവചനം. അങ്ങനെയെങ്കിൽ
അവൻ ഒലിവുമലയുടെ അടിവാരമെത്തിയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയും അഴിച്ചു കൊണ്ടുവരണം. ഇന്ന് രാത്രി നിങ്ങൾ വചനമൊന്ന് മനസ്സിലാക്കണം. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുട്ടിയും കിടക്കുക. 5 പ്രത്യേകത ഇതിനകത്തുണ്ട്. വനാന്തരത്തിനകത്ത് ഒരു വേരിനകത്ത് ഈ കഴുതയും കുട്ടിയും ബന്ധിപ്പിച്ചിരിക്കുക. ഇനി ആരും അടിക്കത്തില്ല. 2, ഒന്നുകിൽ ഈ കഴുതയുടെ ഭർത്താവ് മരിച്ചതായിരിക്കും. 3, ഒന്നിൽ ഡൈവോഴ്സ് ആയിരിക്കും. 4, ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഗുഡ് ബൈ പറഞ്ഞു. മൊബൈലും ഇല്ല, വാട്സപ്പും ഇല്ല, ഒന്നുമില്ല. 5, അമ്മയും കുഞ്ഞൂടെ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ. സ്വോത്രം. 5 കാര്യമായി കഴുതയുടെ പിൻപിൽ കണ്ണുനീരെല്ലാം പറ്റിപ്പോയി. മരത്തിന്റെ അകത്തുനിന്ന് ആരും വിടുവിക്കാനില്ല. പുറത്തേക്കൊരു കവാടം അവരുടെ മുന്നിലില്ല. ലാസ്റ്റ് മൊമെന്റിൽ ദൈവം തന്റെ ഭക്തന്മാരെ അവിടത്തേക്ക് അയച്ചു. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. ഇന്ന് രാത്രി എല്ലാ വാതിലുകളും അടയും, എല്ലാ വഴികളും നിന്റെ മുൻപിൽ അടയും. സിസ്റ്റർ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിതിരയിൽ പറയണം, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും. ബ്രദർ, ഇന്ന് രാത്രി പറ, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഈ തിരുവചനം എടുത്ത നാളിൽ രക്ഷയുടെ ചാലിനകത്ത് നീ കയറിയപ്പോൾ നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം അഴിച്ചുവിട്ടാൽ, വിതിരക്കകത്ത് നെടുമങ്ങാടിനകത്ത് നീ തകർന്നു പോകുമെന്ന് ആരൊക്കെ പദ്ധതി വെച്ചാൽ, ഇന്ന് രാത്രി അകത്തളം ചലിക്കുന്ന ദൈവമക്കൾ പറയണം, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്വയോടെ ഇരുന്ന ശബ്ദരാധികാന പൗടാരവ ശബ്ദുര്. ഇന്ന് രാത്രി പറ, നിന്റെ മേൽ ഒരു അമിത ബലം വന്നിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരുവാൻ കാലമായി. ഹബക്കൂക്ക് പറയുന്നത് പോലെ ദർശനത്തിന്റെ പരിസമാപ്തിയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് രാത്രി അമ്മച്ചി വിളിച്ചു പറ, എല്ലാ നാളും ഇരുട്ടിനകത്ത് കടക്കാനല്ല കർത്താവിന്റെ വചനം ഞാൻ എടുത്തത്. ബ്രദർ, ഇന്ന് രാത്രിയും അന്ധകാരത്തിനകത്ത് കടക്കാനല്ല ഞാൻ തമ്പുരാന്റെ വചനം എടുത്തത്. ഇന്ന് രാത്രി പറയണം, അന്ധകാരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വഴി നടത്തുക. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം ഞാൻ എടുക്കുമെങ്കിൽ ഇന്ന് രാത്രി ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് കഴുതയുടെ പിന്നിൽ ഒരു കരം ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി മാർച്ച് മാസത്തിന്റെ അവസാന ഞായറാഴ്ച ദിവസം വിശ്വാസത്തോടെ പറ, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ അവൻ തന്റെ വചനമയച്ച് അവരെ വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇടുക്കി മൂലമറ്റത്ത് ടർബൈൻ കറങ്ങുമ്പോൾ വിതുര പട്ടണത്തിനകത്ത് ഒരു ലൈറ്റ് കത്തുന്നെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്നതായി എന്റെ യേശുവിന്റെ വചനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ഇന്ന് രാത്രി ഞാൻ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ഗ്രൗണ്ടിനകത്ത് അന്യഭാഷ പറയുമ്പോൾ, ഇന്ന് രാത്രി ഒരു മിസൈൽ ഇന്ത്യയിൽ നിന്ന് തൊടുത്തുവിട്ട് പാകിസ്ഥാന്റെ മണ്ണിനകത്ത് വീഴുന്നതിനും വേഗത്തിനേക്കാൾ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ച കത്ത് ഒരു വിടുതൽ സംഭവിക്കുക. ഇന്ന് രാത്രി നാളുകളായി കട്ടപ്പെട്ട് കിടന്ന ചില വിഷയങ്ങളിലകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കരം ഇറങ്ങി വരും. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് നൈറ്റ്. ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കരം ഇതിനകത്ത് ചലിക്കുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിന്റെ കൃപ ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ച, ഇന്ന് രാത്രി യോഗം പ്രാർത്ഥിച്ച് അവസാനിച്ച് നാളെ പണിമുടക്കിനകത്ത് വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഒരു മറുപടി ഇന്ന് രാത്രി കൊണ്ടുവരുവാൻ കരുത്തുറ്റൊരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഏലിയാവിന് വേണ്ടി 80 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊരു കാക്കയെ അയക്കുക സർവശക്തനായ ഒരു ദൈവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇസഹാക്കിന്റെ യാഗപീഠത്തിൽ അവന് പകരം ഒരു ആട്ടിൻകുട്ടിയെ അറക്കുക സർവശക്തനായ ദൈവത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ, മരുഭൂ പ്രയാണത്തിൽ മകൻ മരിക്കുമ്പോൾ നിലവിളിയുടെ നടുവ് ആഗാറിന്റെ പൈതലിന് വേണ്ടി 400 മീറ്റർ താഴെ കടന്ന ബേർശബയ്ക്കകത്ത് വെള്ളം ഒരമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക ഒരു കരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കരം മരിച്ച കരമല്ല. ഇന്ന് രാത്രി ബഹുമാന്യനാം ആചാര്യനാൽ വാനിൽ അവൻ വാഴുകയാൽ അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയോ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വിതിരയിൽ ആരാധിക്കുന്ന ദൈവമക്കള് എല്ലാ കാലത്തും നീ ഇരുട്ടിനകത്ത് കടക്കാനല്ല, ഇന്ന് രാത്രി പറയണ എന്റെ യേശു വന്നിട്ടുണ്ട്, എന്റെ യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എന്റെ വിഷയത്തിനകത്ത് ഒരു മറുപടി തരുക അത്ഭുത മന്ത്രി വീരനാം ദൈവം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആശയറ്റ സ്ഥാനത്ത് നിന്നെ പുറപ്പെടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. 5 വിടുതലുകൾ അവിടെ നടന്ന അമ്മച്ചി ഇന്ന് രാത്രി കേൾക്കണം. 1, വനാന്തരത്തിൽ കെട്ടിയ കെട്ടുകൾ അറുത്തുമാറ്റി ദൈവത്തിന്റെ ഭക്തന്മാർ. 2, ആ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. 3, കഴുതയുടെ മേൽ രക്ഷയുടെ വസ്ത്രം വിരിച്ചു. 4, കഴുതയുടെ മരണം കാണാൻ വിതരക്കാർ കൊതിച്ചപ്പോൾ അതിന്റെ നടുവിൽ കൂടി പൊന്നുപോലെ ഈ കഴുതയെ നടത്തിക്കൊണ്ടുപോയി. സ്വോത്രം. 5, ഒരിക്കലും ഒരു വലിയ പള്ളിയുടെ മുൻപിൽ ഒരു കഴുത നിൽക്കത്തില്ല. യെരൂശലേം ദൈവാലയത്തിന്
ദൈവത്തിന്റെ മുമ്പിനകത്ത് ഈ കഴുതയെ നാഥൻ കൊണ്ടെത്തിച്ചു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, എന്റെ ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ. സങ്കീർത്തനം പറ, ഇന്ന് രാത്രി അവൻ എന്നെ വിടുവിക്കുക, അവൻ എന്റെ നാമത്തെ അറിയുക. ഇന്ന് രാത്രി വിതിരയിൽ നിന്നെ ഉയർത്ത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരനർത്ഥം നിനക്ക് വരികയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. കോവിഡ് വരട്ടെ, പ്രതിസന്ധി വരട്ടെ, എന്റെ ദൈവമാര് ആകാശത്ത് നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്ന ദൈവം. അതുകൊണ്ട് അമ്മച്ചി ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ വശത്ത് 1000 പേര്, എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. ഭൂകമ്പം വരട്ടെ, സുനാമി വരട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ച ഒരു ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. അവൻ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടിനാര് പോലും. എത്ര പേർക്ക് ആത്മാവിൽ ശ്രുതിക്കാൻ പറ്റും? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണെന്നെ ദർശിച്ചങ്ങ് നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതല്ല ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ഇന്ന് രാത്രി വിതിരയിൽ വിളിച്ചു പറ, ഞാൻ ഇരിക്കുന്നത് അറിയുന്ന എന്റെ ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്ന എന്റെ ദൈവം, എന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് ഗിരിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയിരിക്കുന്ന ദൈവം. മകനെ, ഇന്ന് രാത്രി ആകാശത്തിനകത്ത് കടന്നു കയറിയാൽ അവന്റെ കരം അവിടെ എത്തുമില്ല. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ചാൽ ഇന്ന് രാത്രി അവന്റെ കരം അവിടെ എത്തുമെങ്കിൽ ഇന്ന് രാത്രി പറയണം, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഗോത്രം സാധാരണ ചില്ലുകൂട്ടത്തിനകത്തും മണ്ഡപത്തിനകത്തുമല്ല ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ട ഒരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന. സ്വോത്രം. പട്ടണം നിന്റെ മരണം കാണുവാൻ കാക്ഷിച്ചിരിക്കുക, നിന്റെ തലമുറകളുടെ ആത്മകത്തെ കാണുവാൻ കാക്ഷിച്ചിരിക്കുക. എന്നാൽ നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. യെരുശലേമിന്റെ ദൈവാലയത്തിന്റെ മുമ്പിൽ ഒരു കഴുതയെ കൊണ്ടുവന്നാൽ ആ കഴുതയെ യഹൂദൻ എന്തോ കഴുത്ത് ഞെരിച്ച് മലഞ്ചെരുവിൽ നിന്ന് താഴെ ഇടും. പക്ഷെ ഇന്ന് ഈ കഴുതയെ ആരും തൊട്ടില്ല. സാധാരണ പുള്ളിയല്ല അവന്റെ മേൽ യാത്ര ചെയ്തത്, ഉലകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ഓശാന പെരുന്നാള് പട്ടണത്തെ ഇളക്കുന്ന ഇവനാ, അത്യുന്നതന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന ഓശാന. സരളവൃക്ഷ കൊമ്പുകൾ വെട്ടിക്കൊണ്ട് യഹൂദൻ ഹല്ലേലൂയ, എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഓശാന പെരുന്നാൾ കൊടുത്തു. ഇന്ന് രാത്രി ഓശാനയുടെ മധ്യത്തിൽ കഴുതയുമായി ദൈവാലയത്തിന്റെ മുൻപിലേക്ക് വന്നു. കണ്ടോ, 5 കാര്യത്തിൽ നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ 5 കാര്യത്തിൽ നിന്നെ വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സിസ്റ്റർ, നീ വിചാരിക്കും തകരുമെന്ന്, ബ്രദർ നീ വിചാരിക്കും തകരുമെന്ന്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനെ സ്വർഗം കണ്ടു. സ്വോത്രം. അവന്റെ മേൽ ഒരു ടോർച്ച് വീണു. അവൻ എന്ത് ചെയ്തു? അനന്യാസിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവന്റെ കണ്ണ് തുറന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് വന്നവനാ പുള്ളിക്കാരൻ. പക്ഷെ അനന്യാസിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് 14 ലേഖനങ്ങൾ എഴുതുവാൻ കൃപ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി അവസാനത്തിലേക്ക് വരുമ്പോൾ അവൻ റോമിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തുക. 276 പേർ ആ കപ്പലിനകത്തുണ്ട്. അവരെല്ലാം പൗലോസിനോട് പറഞ്ഞു, ഇത് തകരാൻ പോവുക. അതിന്റെ നടുവിൽ പെരുങ്കാറ്റും കൊടുങ്കാറ്റും ഈശാന മൂലനും ആഞ്ഞടിച്ചു. കപ്പലിന്റെ പായ്കൾ കീറാൻ തുടങ്ങി. ആഹാര സാധനങ്ങൾ താഴെ വലിച്ചെറിഞ്ഞു. 276ന്റെ നടുവിൽ ഒരുവൻ എഴുന്നേറ്റ് നിന്നു. ഇന്ന് രാത്രി വിതുരയിൽ ദൈവം നോക്കുന്നു. സ്വോത്രം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാത്രിയുടെ യാമത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ കാറ്റ് എന്റെ നേരെ ആഞ്ഞടിച്ചാൽ, എന്റെ പടകിനകത്ത് അല്പം ക്ലേശം വന്നാൽ മറുകരയിൽ എത്തിക്കുവാൻ എന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു കരമുണ്ട്. ഇന്ന് രാത്രി വിതുരയിൽ എത്ര പേർ എഴുന്നേൽക്കാൻ തയ്യാറാകും? കൂടെ നിൽക്കുന്നവർ പരാതി പറയും. കാറ്റും പ്രതികൂലവും സഭയ്ക്കകത്ത് വരുമ്പോൾ പറയും, പരിപാടി നിർത്താമത്. ഇല്ല ദൈവദാസനെ, അതിന്റെ നടുവിൽ നീ എഴുന്നേൽക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പിൻപിൽ ഒരുക്കിയത് ഒരു ദൈവം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അവൻ പോയത് റോമിലേക്ക്, പക്ഷേ ദൈവത്തിന്റെ വിളി എവിടായിരുന്നു? മെലീത്ത ദ്വീപിലേക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത്, വിശ്വാസം എന്നതോ കാണാത്തതിന്റെ കാര്യത്തിന്റെ പൂർണ്ണത, ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്തതിന്റെ പൂർണ്ണത. പക്ഷെ അവൻ അവിടെ ചെന്നു. ഈ പെരുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ ആടിക്കടിക്കുമ്പോൾ, ഈശാന മൂലനടിക്കുമ്പോൾ, കപ്പലിനകത്ത് വെള്ളം കയറുമ്പോൾ, ആടി ഉലയുമ്പോൾ നീ വിചാരിച്ചോണം, ദൈവം എനിക്കൊരു പുതിയ വഴി തുറക്കാൻ പോവുകയാണ്. സ്വോത്രം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും വർദ്ധിച്ചു. എവിടാ ചെന്നത്? മെലീത്ത ദ്വീപ്. ആ മെലീത്ത എന്നത്തെ മാൾട്ടാ ദ്വീപ്. സ്വോത്രം. പൗലോസ് അവിടെ ചെന്ന് ഭയങ്കര തണുപ്പ്, പെരുമഴ. പൗലോസ് എന്തോ ഇതെന്നറിയാമോ? തീയെല്ലാം കൂടെ വാരിയിട്ട് കൂട്ടി. ആ സമയത്ത് വിറകെടുത്തു. പൗലോസും അറിഞ്ഞില്ല, വിറകിനകത്തിരുന്ന അണലി അവനെ ചുറ്റി. ഉടനെ കൂടെ നിന്ന കൂട്ടുവിശ്വാസികൾ പറഞ്ഞു, സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിന്നെ ഗുണപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന്. സ്വോത്രം. ഈ അണലി ഇപ്പൊ കടിച്ചവൻ തീരുവെന്ന്. സ്വോത്രം. പക്ഷെ അവനൊരു കാര്യം ചെയ്തു. അഭിഷേകത്തിന്റെ തീ അവിടെ ഉയർന്നപ്പോൾ
സന്തോഷമില്ലല്ലോ. അവൻ എന്താ ചെയ്ത? കയ്യിൽ കെട്ടിയിരിക്കുന്ന അണലിയ ഒരു കുടച്ചിൽ കുടയുവാനിടയായി. വിതുര കൺവെൻഷനകത്ത് ഇന്ന് രാത്രി വിശ്വാസത്തോട് ഈ ഗ്രൗണ്ടിനകത്തും പുറത്തും കേൾക്കുന്നവർ ഒരു അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി ഇതിനകത്ത് കത്തിട്ടുണ്ട്. അടക രഗത ബൗഡ രീഗ ശംദ രാജ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ കെട്ടിയ, നിന്റെ ആരോഗ്യത്തെ കെട്ടിയ, നിന്റെ ഭാവിയെ കെട്ടിയ, നിന്റെ തലമുറകളെ മുന്നോട്ട് വിടത്തില്ലെന്ന് കെട്ടിയ പിശാചിന്റെ അന്ധകാരങ്ങളെ തകർക്കുവാൻ ഇന്ന് രാത്രി നിന്റെ മേലൊരു അമിത ബലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കുടഞ്ഞെറിയുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അഭിഷേകത്തോടെ ഇന്ന് രാത്രി കുടഞ്ഞെറിയാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുക. പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങിയ കരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരിക. ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്ക്, ചുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വിതുരയിൽ നിന്ന് അന്ത്യകാലത്ത് ഒരു കൂട്ട അഭിഷേകത്തോടെ ഇന്ന് രാത്രി എഴുതാക്കാമെങ്കിൽ നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി ആത്മാവിന്റെ തീ ഇതിനകത്തുണ്ട്, അഭിഷേകത്തിന്റെ തീ ഇതിനകത്തുണ്ട്, ദൈവത്തിന്റെ തേജസ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, ദൂതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. സാറാപ്പുകളുടെ ചിറകടി ഇന്ന് രാത്രി വിതുരയിൽ മുഴങ്ങുകയോ. ഇന്ന് രാത്രി നിന്റെ കൈമേൽ കെട്ടിയ, നിന്റെ ശരീരത്തിനകത്ത് കെട്ടിയ, നിന്റെ ആയുഷിനെ കെട്ടിയ, നിന്റെ കുടുംബത്തിനെ കെട്ടിയ അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ജയം പ്രാപിച്ച് കോടഞ്ഞെറിയുക, കോടഞ്ഞെറിയുക. 2022 വിടുതലിന്റെ കാറ്റായി മാറട്ടെ. സ്വോത്രം.